എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുൻ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ചെയ്യുന്നത്. മുന്നത്തെ വീഡിയോ നിലവിളക്ക് ദീപം കൊളുത്തേണ്ട രീതിയെക്കുറിച്ചായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ദീപം തെളിയിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പൂജാമുറിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തെ വീഡിയോ പൂജാമുറിയെക്കുറിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇവിടെ പറയുന്ന കാര്യം വീട് നിർമ്മിക്കുന്നവർക്കും വീട് നിർമ്മിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെയധികം പ്രയോജനപ്പെടും. അതുകൂടാതെ നല്ലൊരു വിദഗ്ധനായ വസ്തു കൺസൾട്ടന്റിനെ കണ്ട് ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾക്ക് സംശയം ചോദിച്ച് ദൂരീകരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഒരു വീടിൻ്റെ പ്രധാനമായ സ്ഥാനങ്ങളാണ്: 1 പൂജാമുറി, 2 അടുക്കള. ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ ആദ്യം പൂജാമുറിയുടെ സ്ഥാനവും അളവുകളും കൃത്യമായി നമ്മൾ കാണണം. കാരണം അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് പൂജാമുറിയുടെ സ്ഥാനം. അതിനുശേഷം നമ്മൾ അടുക്കളയുടെ സ്ഥാനവും അളവുകളും നോക്കണം. ഈ 2 സ്ഥാനങ്ങളുടെ അളവുകൾ കൃത്യമായിരിക്കണമെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. ഈ കാര്യത്തിൽ ആചാര്യന്മാർക്ക് ഏക അഭിപ്രായമാണ് ഉള്ളത്. അപ്പോൾ നോക്കണം അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ നമ്മൾ എല്ലാ മുറികളും കൃത്യമായ അളവ് വെച്ച് ശരിയാക്കി വരാം. ചിലപ്പോൾ തെറ്റുകൾ വരാം. ആ തെറ്റുകൾ പൂജാമുറിയുടെയും അടുക്കളയുടെയും കൃത്യമായ അളവുകളുടെയും സ്ഥാനങ്ങളുടെയും നമുക്ക് പരിഹരിക്കാൻ പറ്റും. പൂജാമുറിയുടെ അളവുകളും സ്ഥാനവും കൃത്യമായിട്ടല്ല നമ്മുടെ വീട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും അലങ്കാരങ്ങൾ നമ്മൾ വരുത്തിയാലും മോഡിഫിക്കേഷൻ ചെയ്താലും അവിടെ സുഖവും സ്വസ്ഥതയും ഒരിക്കലും ഉണ്ടാകില്ല എന്നാണ് ആചാര്യന്മാർ തീർത്തും പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായും ഇവ 2 സ്ഥാനങ്ങളുടെയും സ്ഥാനവും അളവുകൾ കൃത്യമായി തന്നെ നമ്മൾ കാണണം എന്ന് പറയാൻ കാരണം നമുക്ക് വേണ്ടത് സുഖവും സ്വസ്ഥതയാണ്. അതിന് നമ്മൾ ആദ്യം ഈ 2 സ്ഥാനങ്ങളും കൃത്യമായി കണക്കാക്കണം. അങ്ങനെ കൃത്യമായി കണ്ട് പൂജാമുറിയും അടുക്കളയും നിർമ്മിച്ചാൽ നല്ലൊരു തുടക്കം കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. വാസ്തുശാസ്ത്രപ്രകാരം വീടിൻ്റെ ഊർജ സ്രോതസ്സാണ് നമ്മുടെ പൂജാമുറി. ആ പൂജാമുറിയിൽ നിന്നുള്ള ഊർജ പ്രഭാവം എല്ലാ മുറികളിലേക്ക് വ്യാപിക്കുന്നു. അതിലൂടെ വീട് ഐശ്വര്യവത്തായി മാറുകയും ചെയ്യുന്നു. പൂജാമുറിയുടെ സ്ഥാനം വാസ്തുശാസ്ത്രപ്രകാരം ഈശാനകോൺ എന്ന വടക്ക് കിഴക്ക് മൂല ആണ്. ഇങ്ങനെ പറയാൻ കാരണം ദൈവാനുഗ്രഹം ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഭാഗമാണ് ഈശാനകോൺ. അപ്പോൾ അവിടെ തന്നെ പൂജാമുറി വേണമെന്ന് പറയാനുള്ള കാരണം ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വടക്ക് ഭാഗവും കിഴക്ക് ഭാഗത്ത് നമുക്ക് പൂജാമുറി സ്ഥാപിക്കാം. ഇപ്പോൾ ഈശാനകോണിൽ സ്ഥാപിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഒരു കാരണവശാലും തെക്കേ ദിശയിൽ പൂജാമുറി വരരുത്. അവിടുന്ന് പ്രധാനമായും ഒഴിവാക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ മാത്രം വരരുത്. അപ്പോൾ ഒരു കാര്യം, ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അടുത്തുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇന്നത്തെ കാലത്ത് നമുക്ക് നല്ലത് ഏത് ചീത്ത ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നമുക്ക് ആവശ്യമുള്ള പ്രാധാന്യം കൊടുക്കാതെ വേണ്ടാത്ത കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയാണ് ഇന്ന് നമ്മൾ ചുറ്റുപാടിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീടുകളിൽ പൂജാമുറി എന്ന പരമപ്രധാനമായ സ്ഥാനത്തെ കാണാൻ സാധിക്കില്ല. ചിലപ്പോൾ കാണാൻ സാധിക്കും. പകരം ഷോർട്ട് കേസുകളും ബാത്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് റൂമുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. പണ്ടുകാലങ്ങളിലെ വീടുകളിൽ
ബാത്റൂമുകൾ മുറിയോട് ചേർന്ന് വീടിൻ്റെ അകത്ത് നിർമ്മിക്കാറില്ല. കാരണം അത്രയ്ക്കും ബാക്ടീരിയ അനുസ്പരിസരണമുള്ള ഒരു സ്ഥലമാണ് ഈ ബാത്റൂം. അത് നമ്മുടെ വീടിൻ്റെ 10 അടി അകലത്തിലാണ് നേരത്തെ നിർമ്മിച്ചിരുന്നത്. അതുപ്രകാരം അന്ന് രോഗദുരിതങ്ങളൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ രോഗദുരിതങ്ങൾ എല്ലാവർക്കും മിക്കപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ബാത്റൂമുകളൊക്കെ നമ്മുടെ വീടിനോട് അടുത്ത് വീട്ടിൽ തന്നെ നിർമ്മിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ പൂജാമുറി ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു വീടിൻ്റെ ചുവരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മൂലയിൽ, ചിലപ്പോൾ സ്റ്റെയർകേസിൻ്റെ അടിയിൽ കാണാൻ സാധിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞു വരുന്ന സ്ഥലത്ത് ഒരു പീഠത്തിൽ ഇപ്പോൾ നമ്മുടെ ഫർണിച്ചർ ഷോപ്പിൽ കാണാൻ സാധിക്കും പൂജാ ബുക്സ്. അതുപോലത്തെ പൂജാ ബുക്സ് വീട്ടിൽ കൊണ്ടുവന്ന് അതിൽ നമ്മുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ പ്രതിമകളൊക്കെ വെച്ച് വിളക്ക് പൂജിക്കാറുണ്ട്. പക്ഷെ അത് പൂജാമുറി എന്ന് പറയാൻ പറ്റില്ല. അത് വിളക്ക് വയ്ക്കുന്ന ഒരു സ്ഥാനം എന്ന് പറയാൻ പറ്റുള്ളൂ. സത്യത്തിൽ പൂജാമുറി എന്താണെന്ന് നമുക്കറിയണം. നമ്മുടെ ഇഷ്ടദേവതയുടെയും നമ്മുടെ അച്ഛൻ വഴിയും അമ്മ വഴിയുമുള്ള കുലദേവതകളുടെയും ഗണപതി ഭഗവാന്റെയും ചിത്രങ്ങൾ വെച്ച് ഭഗവാന്റെ മുന്നിൽ വിളക്ക് വെച്ച് തിരികൊളുത്തി അല്പം പൂവ് ചിത്രത്തിലേക്ക് വിളക്കിലേക്ക് അർപ്പിച്ച് മനഃശുദ്ധിയോടെ ഒരല്പനേരം പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുന്ന വീട് എന്നും ഐശ്വര്യവത്തായിരിക്കും. അങ്ങനെ ചെയ്യാത്ത പൂജാമുറി ഒരിക്കലും പൂജാമുറി എന്ന് പറയാൻ പറ്റില്ല. അതൊരു നേരത്തെ പറഞ്ഞ പോലെ വിളക്ക് വയ്ക്കുന്ന ഒരു സ്ഥലം ആയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇനിയെങ്കിലും ഒരു ഉത്തമമായ പൂജാമുറി ഉണ്ടാക്കി വീട്ടിലെ പരമപ്രധാനമായ ഊർജ സ്രോതസ്സാക്കി നമുക്ക് പൂജാമുറിയെ മാറ്റി ഈ പൂജാമുറി ഇങ്ങനെ ഊർജ സ്രോതസ്സാക്കി മാറ്റിയാൽ നമുക്ക് തന്നെയാണ് പ്രയോജനം. വീട് എന്നും ഐശ്വര്യവത്തായിരിക്കും. അവിടെ എന്നും സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും വിളയാടിക്കൊണ്ടിരിക്കും. അപ്പോൾ പൂജാമുറി നിർമ്മിക്കുമ്പോൾ മറ്റുള്ള മുറികളിൽ നിന്നും ഒരല്പം ഉയരത്തിൽ നിർമ്മിക്കണം. അത് വീടിൻ്റെ മൊത്തമുള്ള വലുപ്പത്തിൻ്റെ അനുസരിച്ചാണ് പൂജാമുറി നിർമ്മിക്കേണ്ടത്. സാധാരണ വീടുകളിൽ 4 അടി വീതിയിലും 4 അടി നീളത്തിലും നിർമ്മിക്കാം. അല്ലെങ്കിൽ 5 അടി നീളത്തിലും 5 അടി വീതിയിലും നമുക്ക് നിർമ്മിക്കാം. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു വസ്തു കൺസൾട്ടൻ്റ് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ വീടിൻ്റെ ചുറ്റളവ് എല്ലാം പറഞ്ഞ് അവരെ ബോധിപ്പിക്കുമ്പോൾ അവരുടെ കാര്യം പറയുക, ഇല്ല എനിക്ക് ആവശ്യമുണ്ട്, പൂജാമുറി വേണം, അടുക്കള കൃത്യമായിരിക്കണം. അപ്പോൾ അവരതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. അപ്പം മനുഷ്യ ശരീരത്തിലെ ശിരസിൻ്റെ സ്ഥാനമാണ് നമുക്ക് പൂജാമുറിക്കുള്ളത്. നമ്മൾ മിക്കപ്പോഴും അമ്പലങ്ങളിൽ പോയി തൊഴാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ദേവൻ ഇരിക്കുന്ന എവിടെയാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ദേവൻ ഇരിക്കുന്ന സ്ഥലമാണ് ശ്രീകോവിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ശ്രീകോവിൽ ആണ് ആ അമ്പലത്തിന് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മുടെ വീടിൻ്റെ അകത്തെ പൂജാമുറി. ആ പൂജാമുറിയാണ് നമ്മുടെ വീടിന് മൊത്തത്തിലും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് അവിടുത്തെ പൂജാമുറിയെ അശുദ്ധമാക്കാതെ നിത്യവും ശുദ്ധിയോടെ പരിപാവനമായി സൂക്ഷിച്ച് അവിടെ നിലവിളക്ക് ദീപം തെളിയിച്ച് ഇരുസന്ധികളിലും ഗണപതി ഭഗവാനെയും നമ്മുടെ ഇഷ്ടദേവതയെയും കുലദൈവത്തെയും മനസ്സമാനത്തോടെ, അതായത് ശുദ്ധമായ മനസ്സോടെ പ്രാർത്ഥിച്ചു പോരുക. ആ വീട് എന്നും ഐശ്വര്യവത്തായി വരും. അവിടെയുള്ളവർക്ക് എന്നും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും എല്ലാവിധ നന്മകളും കൊണ്ട് വിളയാടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അടുത്ത വീഡിയോയിൽ
നമ്മൾ നിലവിളക്കിനെ കുറിച്ച് തന്നെയാണ് ചെയ്യുന്നത്. കാരണം നിലവിളക്ക് ഒറ്റ 2 വീഡിയോ കൊണ്ട് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ടാണ് 2, 3 വീഡിയോകളിലേക്കായി ഞാൻ നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ നിലവിളക്ക് എന്താണ്, ദീപം എപ്പോൾ തെളിയിക്കണം, എത്ര തിരികളിടണം, തിരികളുടെ ശാസ്ത്രീയത എന്നിവയെക്കുറിച്ചാണ് അടുത്ത ഞാൻ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതെല്ലാവരും കാണണം. വീണ്ടും എല്ലാവർക്കും നന്ദിയും സ്നേഹവും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു.